ഇരട്ടിയാർ ഡാം സൈറ്റ് നോർത്ത് റോഡ് തകർന്ന് ഗതാഗതം അതീവ ദുഷ്കരമായി മാറി. നിലവിൽ ഈ റോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ രീതിയിൽ കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ്. ഈ റോഡിലൂടെയുള്ള യാത്ര നടപടിക്ക് മിതം ആണെന്നാണ് വാഹന ഡ്രൈവർമാരും യാത്രക്കാരും ഉൾപ്പെടെ പറയുന്നത്. ഈ റോഡ് ചുമ്മാ കുണ്ടും കുഴി നമ്മളെ 2000 രൂപ വണ്ടി നമ്മളിത് കൊണ്ട് നടക്കുമ്പോഴത്തേന് വലിയ കുഴിക്കകത്ത് വണ്ടിയുടെ ഷോക്കും പോയി ഡിസ്കും പോയി. ഒന്ന് ആലോചിച്ച് നമ്മൾ ഇരട്ട ഓട്ടം വേണം, 40 രൂപ ഓട്ടോ 2000 രൂപ പണിക്കാണ് വണ്ടിക്ക് വരുന്നത്. നത്തുകല്ല് അടിമാലി ഹൈവേയുടെ ഭാഗമാണ് ഈ റോഡ്. ഈ റോഡിന്റെ നവീകരണത്തിനായി നടപടിക്രമങ്ങൾ നടന്നു വരികയാണ്. സെപ്റ്റംബർ മാസം ഈ റോഡിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. നിലവിൽ നോർത്ത് വരെയുള്ള ഈ റോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ രീതിയിലാണ് റോഡ് തകർന്ന കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത്. ചില കുഴികൾ വലിയ ആഴം ഉള്ളവയാണ്. ഇതുവഴിയുള്ള വാഹനയാത്ര അതീവ ദുഷ്കരമാണെന്നാണ് വാഹന ഡ്രൈവർമാർ പറയുന്നത്. ഒരു കുഴിയിൽ നിന്ന് വേറൊരു കുഴിയിലേക്ക് ചാടുന്നു. വണ്ടിയുടെ ഫ്രണ്ടെല്ലാം പണിയായിട്ട് ഒരു തരത്തിലും വണ്ടി കൊണ്ട് നടക്കത്തില്ലാത്ത അവസ്ഥയാണ്. ഓരോ തവണ ഓട്ടോറിക്ഷ ഉൾപ്പെടെ ഇതുവഴി കടന്നു പോകുമ്പോൾ വലിയ രീതിയിലുള്ള അറ്റകുറ്റപ്പണിയാണ് വാഹനങ്ങൾക്ക് ഉണ്ടാകുന്നതെന്ന് ഇവർ പറയുന്നു. ഇരിക്കുന്നവര് സീറ്റ് ഇരുന്നിട്ട് മേളിൽ ടോപ്പ് കമ്പിയർ ഇടിച്ച താഴോട്ട് വന്ന് ഇരിക്കുന്നത്. ആ മാതിരി ഒരു 2 കുഴികൾ, ഒന്ന് അപ്പുറത്ത് ഒന്ന് ഈ ഡാം സൈറ്റിന്റെ അവിടെ. എത്രയും പെട്ടെന്ന് അധികാരികൾ എന്തെങ്കിലും, കൊച്ചുകുട്ടികളൊക്കെ ഒത്തിരി പേര് ഇതിലേ പോകുന്നത്, എന്തെങ്കിലും ഒന്ന് കാണിച്ച് ഈ നിലവിൽ ഇതുവഴിയുള്ള വാഹനങ്ങളുടെ കടന്നുവരവ് കുറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യ ഘട്ടങ്ങളിൽ ഒരു രോഗിയെ ആശുപത്രിയിൽ വേഗത്തിൽ എത്തിക്കാൻ പോലും ഈ റോഡിലൂടെ സാധിക്കാത്ത സാഹചര്യമാണ് നിലവിലെന്ന് നാട്ടുകാരും പറയുന്നു. ദയനീയമായിട്ട് കടക്കാണ് വഴി പോയി വളരെ യാത്ര ചെയ്യാൻ, നടപ്പുകാർക്ക് പോലും പള്ളിയിലേക്ക് ഒന്ന് പോകാൻ പോലും പറ്റാത്ത സാഹചര്യത്തിൽ വഴി പോയി കിടക്കുക. എന്ന് വെച്ചാൽ വണ്ടി വരുന്ന സമയത്ത് ചെളി തെറിച്ചിട്ട് ആൾക്കാർക്ക് പോകുന്നത്. അതുപോലെ യാത്രക്കാർക്കാണെങ്കിൽ കൊച്ചുപിള്ളേരെ കൊണ്ടൊക്കെ പള്ളിക്കൂടത്തിൽ പോകുന്ന വഴിയാണ്. ഒരു വഴിക്കും ഒരു യാത്ര വലിയ വണ്ടികളെല്ലാം നിന്നുപോയി. ചെറുവണ്ടികൾ വളരെ കഷ്ടിച്ച് 1-2 വണ്ടികൾ. കഴിഞ്ഞ ദിവസം ഇരട്ടയാർ പഞ്ചായത്ത് കമ്മിറ്റിയിൽ റോഡിന്റെ ഈ വിഷയം ഉയർന്നു വന്നിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും പ്രസിഡന്റ് ഉൾപ്പെടെ ഈ റോഡ് നവീകരിക്കാൻ തുക വകയിരുത്തണം എന്ന് ആവശ്യപ്പെട്ടെങ്കിലും നത്തുകല്ല് അടിമാലി ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പുതുതായി തുക അനുവദിക്കാൻ കഴിയില്ല എന്നാണ് പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചത്. ഇതോടെ പഞ്ചായത്തിനും ഈ റോഡ് നവീകരിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഹൈവേയുടെ നിർമ്മാണത്തിന് സെപ്റ്റംബർ മാസമാണ് ടെൻഡർ നടപടികൾ ആകുന്നത്. ഇതിനുശേഷം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വീണ്ടും താമസം നേരിടും. ഇക്കാര്യങ്ങൾ പരിഗണിച്ച് അടിയന്തരമായി റോഡിൽ ഉണ്ടായിരിക്കുന്ന കുഴികൾ താൽക്കാലികമായി എങ്കിലും അടയ്ക്കുവാനുള്ള സംവിധാനം ബന്ധപ്പെട്ട പൊതുമരാമത്ത് വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന ആവശ്യമാണ് നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.